ഏജ് ഔട്ട് ആവാറായി. ഒരെണ്ണം റിസർവ് ലിസ്റ്റിൽ വന്നു. റിസർവ് ലിസ്റ്റിൽ നിന്ന് വീണ്ടും ഫെയിലായി കിട്ടിയില്ല. പിന്നെ യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ ഞാൻ കർണാടകയാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. എന്റെ പേര് ഐശ്വര്യ. ഞാൻ 2017 പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തതാണ്. സ്റ്റാർട്ടിംഗ് ഒന്നും അറിയണ്ടായിരുന്നില്ല. 2019 തൊട്ടാണ് ഞാൻ പ്രിലിമിനറി ക്ലിയർ ചെയ്യാൻ തുടങ്ങിയത്. 20 തൊട്ട് മെയിൻസ്, 21 മെയിൻസ് എഴുതി. പിന്നെ കുറെ ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്തു. കുറെ എണ്ണം ഫെയിലായി. ഒരെണ്ണം റിസർവ് ലിസ്റ്റിൽ വന്നു. റിസർവ് ലിസ്റ്റിൽ നിന്ന് വീണ്ടും ഫെയിലായി കിട്ടിയില്ല. ഏജ് ഔട്ട് ആവാറായി. ലാസ്റ്റ് ചാൻസ് ആയിരുന്നു യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ LBO എക്സാമിനേഷൻ. ലാസ്റ്റ് ചാൻസിൽ എനിക്ക് അത് കിട്ടി. ലൈക്ക് എവറി ഫെയിലിയർ വിൽ ലീഡ് ടു സക്സസ്. ബാങ്കിങ് എക്സാമിനേഷന്റെ കാര്യത്തിലാണ് നമുക്ക് പ്രിലിമിനറിയിലാണെങ്കിൽ ആക്യുറസിയും സ്പീഡും നമ്മൾ നന്നായിട്ട് കൊണ്ടുപോകണം. മോക്ക് ടെസ്റ്റ് എല്ലാം നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാം. മോക്ക് ടെസ്റ്റ് ചെയ്താൽ മാത്രം പോരാ, അതിനെ നന്നായിട്ട് അനലൈസ് ചെയ്യാൻ കൂടെ വേണം. കറണ്ട് അഫയേഴ്സ് സെക്ഷൻ പോലും നമ്മൾ ആൻസേഴ്സ്, എക്സ്പ്ലനേഷൻസ് വായിക്കണം. ജസ്റ്റ് MCQ പോലെ ക്വസ്റ്റ്യൻ ആൻസർ രീതിയിൽ വായിച്ചു പോയി കഴിഞ്ഞാൽ നമുക്കത് ചിലപ്പോൾ അത് കിട്ടിക്കൊള്ളണമെന്നില്ല. ഇപ്പൊ എക്സാംസിനാണെങ്കിലും നമ്മൾ ഇൻഡെപ്ത് ആയിട്ടാണ് കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻ ചോദിക്കാറ്. റീസണിംഗ് ആണെങ്കിലും ഞാൻ മെയിൻ ആയിട്ട് മോക്സ് മാത്രമേ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ ഞാൻ കർണാടകയാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. LPT വലിയൊരു ഫാക്ടർ തന്നെയായിരുന്നു. അപ്പം കന്നഡ പഠിത്തം സൈഡിൽ കൂടെ തന്നെ പോകുന്നുണ്ടായിരുന്നു. കാരണം മെയിൻസ് എഴുതി കഴിഞ്ഞപ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടായി, ലൈക്ക് ഐ വിൽ ക്ലിയർ ദിസ് എന്നുള്ള ഒരു കോൺഫിഡൻസ്. പിന്നെ നമ്മൾ ഒരിക്കലും വിട്ടുകൊടുക്കരുത്. കൺസിസ്റ്റന്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുക, ഉറപ്പായിട്ടും കിട്ടും.